വിവോയുടെ വിവോ V40 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 50,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V40 Pro 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫുൾ HD റെസൊല്യൂഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 2800x1260 ആണ്. പിന്നെ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 നിറ്റ്സ് ആണ്. അപ്പം അത്യാവശ്യം കൂടിയ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ സ്ക്വാഡ് സെൻസേഷൻ ആൽഫയുടെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 192 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.58 mm ആണ്. പിന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. അപ്പം നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9200+ എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ്. ഈ ഒരു പ്രോസസർ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ഒന്നുമല്ല, എന്നാലും കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. അപ്പം 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസറാണ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രോസസറൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോസസർ. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രോസസറും ഇതിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 8ഓളം 5G ബാൻഡ്സ് ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 256GB ഇന്റേണലും വരുന്നുണ്ട്. 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ LPDDR5X റാമൊക്കെ വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. എക്സ്റ്റൻഡഡ് റാം എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറി കുറച്ച് മെമ്മറി എടുത്തിട്ട് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ വെട്ട് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 14 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സോണി IMX 921 സെൻസറാണ്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50 MP f2.0 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. മൂന്നാമത് 50 MP ഒരു ടെലിഫോട്ടോ പോർട്രേറ്റ് ലെൻസ് വരുന്നുണ്ട്. ഇത് സോണി IMX 816 സെൻസറാണ്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ടെലിഫോട്ടോ ലെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല സൂയിസുമായിട്ട് അവർ പാർട്ട്ണർഷിപ്പും ചെയ്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ മികച്ച ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ പൊതുവേ വിവോയുടെ V സീരീസിൽ വരുന്ന ഫോണുകളിൽ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസും കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ക്യാമറ ടെസ്റ്റിംഗ് നമ്മൾ നടത്തിയിട്ടില്ല. ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5500 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നുണ്ട്. അത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. പിന്നെ ഇതിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം വെർഷന്റെ വില വരുന്നത് 49,999 രൂപയാണ്. 12GB റാം വെർഷന്റെ വില വരുന്നത് 55,999 രൂപയാണ്. ഓഗസ്റ്റ് 13 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ HDFCയുടെ അതുപോലെ തന്നെ SBIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആയിരിക്കും. അതായത് പുറത്ത് ഷോപ്പുകളിലായിരിക്കും ഈ ഫോൺ മെയിനായിട്ട് ലഭിക്കുക. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഫോൺ അവൈലബിൾ ആയിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറും വലിയ തിരക്കേടില്ല എന്ന് പറയാവുന്നതാണ്. അപ്പം ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്ത പ്രോസസ്സറും നല്ല ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഓഫ്ലൈൻ മാർക്കറ്റിൽ വരുന്ന ഒരു ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.